സിമ്പിളാണ്, പക്ഷേ മാസാണേ. ഇന്നത്തെ സ്പെഷ്യൽ ചുട്ട പച്ചമാങ്ങ രസവും കരിമീൻ പൊരിച്ചതും. നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്നുള്ള ഡൗട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവാറില്ല. കാരണം അവിടെ ഫ്രഷായിട്ട് മീൻ അവൈലബിൾ ആണല്ലോ. എന്നും ഡെയിലി ഇഷ്ടം പോലെ മീൻ നമുക്ക് കിട്ടും. ആറ്റുമീൻ വേണോ, കടൽ മീൻ വേണോ, എന്ത് മീനായാലും കുഴപ്പമില്ല. നമുക്കിന്ന് എന്തായാലും കുറേ കുഞ്ഞ് കരിമീൻ കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് രാവിലെ തന്നെ ഉമ്മി അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുവാണ്. ആദ്യം ഒരെണ്ണം ഞാൻ ക്ലീൻ ചെയ്ത് കണ്ടിട്ട് ബാക്കി ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാമെന്നുള്ള കണക്കിലാണ് ഞാൻ ആദ്യം അവിടെ നിന്നത്. പക്ഷേ എൻ്റെ ഒരു വീഡിയോ എടുപ്പൊക്കെ കണ്ടപ്പോൾ ഉമ്മിക്ക് മനസ്സിലായി ഞാനിത് ചുമ്മാതെ പറയുന്നതാണ്. പക്ഷേ ഉമ്മി പാവം അവിടെ ഇരുന്ന് മുഴുവനും എനിക്ക് വെട്ടിത്തന്നു. പിന്നെ ഞാനത് ക്ലീൻ ചെയ്തിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കരിമീൻ വറുത്തത് കൂട്ടി കഴിച്ചിട്ട് ഒത്തിരി നാളായി. കരിമീൻ കണ്ടിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ അതെന്തായാലും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതെല്ലാം ആദ്യം എല്ലാം ഫുള്ള് വരഞ്ഞ് വെച്ചു. പിന്നെ മസാല എല്ലാം കൂടെ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ മസാലകളൊന്നുമില്ല. സാധാരണ ഉള്ള പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ വിനാഗിരി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ഒരു മീൻ വറുക്കാൻ വേണ്ടി പുരട്ടുന്ന മസാല ആക്കിയിട്ട് ഞാൻ ഫുള്ളും ആദ്യം മീനിലെല്ലാം പുരട്ടി വെച്ചു. ബാംഗ്ലൂരായിരിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആഴ്ച 2 ദിവസമൊക്കെ മീൻ കിട്ടത്തുള്ളൂ. കിട്ടുന്നതും അത്ര ഫ്രഷൊന്നും ആയിരിക്കത്തില്ല. പിന്നെ മീൻ കഴിക്കാനുള്ള കൊതി കാരണം നമ്മൾ വാങ്ങിക്കും. പക്ഷേ കരിമീനൊന്നും അങ്ങനെ അവിടെ കണ്ടതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. കൂടുതലും അവിടെ ഈ പറയുന്ന പോലെ കടൽ മീനാണ്. കടൽമീൻ, ആറ്റുമീനൊക്കെ കുറവാണ്. പിന്നെ കടൽമീൻ ആണെങ്കിൽ തന്നെ ചൂര, മത്തി, അല്ലെ അയില, കിളിമീൻ, ഇതൊക്കെയാണ് കൂടുതലും വാങ്ങുന്നത്. വറ്റയൊക്കെ വല്ലപ്പോഴും, കാരണം വറ്റയ്ക്കൊക്കെ തീ പിടിച്ച വിലയാണ്, നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ വില കുറയുന്ന വല്ല ഓഫറുള്ള സമയത്തൊക്കെയാണ് നമ്മളത് വാങ്ങുന്നത് ബാംഗ്ലൂർ. പിന്നെ നാട്ടിൽ വന്നാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ തിരിഞ്ഞാലും നല്ല ഫ്രഷ് മീൻ കിട്ടും. ഒരു ടെൻഷനേ ഇല്ല ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണമെന്ന്. നമ്മുടെ എല്ലാ മലയാളികളുടെ വീട്ടിലും മീൻ കറിയോ അല്ലെ ഒരു മീനില്ലാത്ത ഒരു ദിവസം ഉണ്ടാവത്തില്ല. അല്ലെങ്കിലും വളരെ വിരളമായിരിക്കും മീനില്ലാതെ നമ്മളുണ്ടാക്കുന്നത്. അല്ലെ പിന്നെ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്നാലും കൂടുതൽ ദിവസവും മീനായിരിക്കും. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു. അപ്പോഴാണ് ഉമ്മി പറഞ്ഞത് മീൻ ഫ്രൈയും പിന്നെ നമുക്കൊരു രസം ഉണ്ടാക്കാവുന്ന, അതും ഒരു വെറൈറ്റി രസമാണ്. അത് പച്ചമാങ്ങ പൊള്ളിച്ചിട്ട്, അതായത് അടുപ്പിൽ ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അടുപ്പ് അവിടെ ഇല്ല, അടുപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ട് ഗ്യാസിൽ തന്നെ അത് ചുട്ടെടുത്തിട്ട് കൊച്ചുള്ളി ചതച്ചിട്ട്, പിന്നെ പച്ചമുളകും, പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ചില്ലിയും, അതായത് ഉണക്കമുളകും നല്ലപോലെ മാങ്ങ ചുട്ടെടുത്ത പോലെ തന്നെ ഗ്യാസിൽ അതും ചുട്ടെടുത്തു. എന്നിട്ട് ഉമ്മി മാങ്ങയുടെ പുറത്തുള്ള നമ്മൾ ചുട്ടെടുത്തപ്പോൾ ആ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം, അതിൻ്റെ തൊലിയെല്ലാം ഉരിച്ച് കളയുന്നുണ്ട്. അപ്പം ഉമ്മി പറഞ്ഞു ഇതൊരു വെറൈറ്റി രസമാണ്. ഞാൻ പക്ഷേ ഇത് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഉമ്മി തന്നെയാണിത് എല്ലാം വൃത്തിയാക്കി അരിഞ്ഞ് അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കെല്ലാം അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അപ്പം നമ്മളിപ്പോൾ എടുത്ത മാങ്ങ ഇച്ചിരി മധുരമുണ്ട്, ഒരു ഒത്തിരി പുളിയില്ല. പക്ഷേ ശരിക്കും പച്ച മാങ്ങയാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചുട്ട മുളകും, പച്ചമുളകും, ഉണക്കമുളകും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒരു തരി പോലും ഇല്ലാതെ നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഒക്കെ ഇട്ട് പൊട്ടിക്കണം. സാധാരണ രസമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം എണ്ണയിൽ. അതൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം അത് വഴന്നത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഉലുവ ആദ്യം ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ ഉലുവ പൊടി നമ്മൾ ഇടയ്ക്ക് ചേർത്ത് കൊടുത്താലും മതി, നമ്മൾ പൊടി ചേർക്കുന്ന സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കൊച്ചുള്ളി ഞാൻ ഓൾറെഡി ചതച്ചായിരുന്നല്ലോ. അപ്പോൾ അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം, മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചാണ് ചേർത്ത് കൊടുത്തത്. അത് നല്ലപോലെ വഴന്നതിന് ശേഷമാണ് ഞാൻ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി വഴറ്റണം. അതൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് ചെറുതായിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ അരച്ച അതേ ജാറിലോട്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അത് വീണ്ടും
ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്ത് രസത്തിന് നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന അതേ ഒരു നീട്ടത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് അതിങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒത്തിരി പുളിയുള്ള ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതിനകത്ത് തക്കാളി ഇല്ല, പുളി നമ്മൾ കുടംപുളി ഇല്ല, കുടംപുളി അല്ലോ, പിഴുപുളി, വാളംപുളി ഇല്ല. അതിന് പകരം പച്ചമാങ്ങ ചുട്ടെടുത്തതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യം ഉമ്മി ഇത് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയാനില്ല. ഈ രസവും പിന്നെ നമ്മൾ കരിമീൻ പൊരിച്ചത് വറുത്തതുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ മാത്രം മതിയായിരുന്നു ചോറുണ്ണാൻ. പിന്നെ സൈഡിൽ ഇച്ചിരി മീൻ ചാറ്, ഇന്നലത്തെ മത്തിക്കറി ഉണ്ടായിരുന്നു, അത് ഇച്ചിരി ഞാൻ ചാറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നല്ലപോലെ തിളച്ചതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതിനെ ഇങ്ങനെ ഇറക്കാം. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചൂട് രസവും ഒഴിച്ച് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് മത്തി മുളകിട്ടത് വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ചട്ടിയിലെ മൊത്തവും കൂടെ അതും ഞാൻ എൻ്റെ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കരിമീൻ വറുത്തതും. അപ്പോൾ നല്ല സൂപ്പർ ഊണായിരുന്നു ഇന്നത്തേത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴും കഴിക്കുമ്പോഴുമാണ് ബാംഗ്ലൂരോട്ട് തിരിച്ചു പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നത്. എന്തുമായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഉമ്മയുടെ പച്ചമാങ്ങ ചുട്ട രസമാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് സാധാരണ രസമെന്ന് പറയുന്നത് അത്ര വലിയ പ്രിയമുള്ള ഒരാളല്ല ഞാൻ. എനിക്കെന്തെങ്കിലും മീൻകറി അല്ല അതുപോലുള്ള നല്ല കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഒഴിച്ച് കഴിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ചോറിൻ്റെ കൂടെ. പക്ഷേ ഈ രസം ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ എന്തായാലും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്